ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാണല്ലോ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ LPG അഥവാ ലിക്വിഡ് പെട്രോളിയം ഗ്യാസിൻ്റെ ലഭ്യതക്കുറവ്. ഇന്ത്യ ഉപയോഗിക്കുന്ന LPGയുടെ 60% വിദേശത്ത് നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഇതിൽ വലിയൊരു ഭാഗവും വരുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. നിലവിലെ യുദ്ധം കാരണം പ്രധാന കപ്പൽ പാതയായ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടതാണ് ഇപ്പോഴത്തെ ഈ ക്ഷാമത്തിനുള്ള പ്രധാന കാരണം. എന്നാൽ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ വേണ്ടത്ര LPG ഉണ്ടാക്കാൻ കഴിയാത്തതെന്നും എങ്ങനെയാണ് ഭൂമിക്കടിയിൽ നിന്നും LPG വേർതിരിച്ചെടുക്കുന്നത് എന്നുമൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിന് താഴെ കോടിക്കണക്കിന് വർഷങ്ങളായി അടിഞ്ഞുകൂടിയ സസ്യങ്ങളുടെയും ജീവികളുടെയും ഫോസിലുകൾ കാലക്രമേണ എണ്ണയായും ഗ്യാസുമായുമൊക്കെ മാറി അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. പക്ഷേ ഈ ഗ്യാസ് ഭൂമിയുടെ ഉപരിതലത്തിന് അടുത്തൊന്നുമല്ല കാണപ്പെടുന്നത്. സാധാരണയായി സമുദ്രത്തിനടിയിൽ ആയിരക്കണക്കിന് മീറ്റർ താഴ്ചയിലോ പാറകൾക്കുള്ളിലോ ആയിരിക്കും ഇതിൻ്റെ സ്ഥാനം. അതിനാൽ തന്നെ ഗ്യാസ് കണ്ടെത്താനുള്ള പ്രോസസ്സുകൾ തുടങ്ങുന്നത് പലപ്പോഴും കടലിൻ്റെ നടുവിലാണ്. ഇതിനായി അവിടെ സർവേ നടത്തുന്ന വലിയ കപ്പലുകളിൽ നിന്ന് എഞ്ചിനീയർമാർ കടലിലേക്ക് ശക്തമായ ശബ്ദ തരംഗങ്ങൾ അയക്കുന്നു. ഈ ശബ്ദം കടലിൻ്റെ അടിത്തട്ടിൽ തട്ടി തിരിച്ചു വരുമ്പോൾ ഉപരിതലത്തിലുള്ള സെൻസറുകൾ അത് പിടിച്ചെടുക്കും. തുടർന്ന് ഈ ഡാറ്റകൾ വെച്ച് ഗവേഷകർ കടലിനടിയിലെ 3D മാപ്പുകൾ തയ്യാറാക്കും. ഇത് എവിടെയാണ് ഗ്യാസിൻ്റെ പ്രസൻസ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. പക്ഷേ ഇങ്ങനെയുള്ള മാപ്പുകൾ കിട്ടിയതുകൊണ്ട് മാത്രം ഡ്രില്ലിംഗ് എവിടെ തുടങ്ങണമെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. അതിനായി ഏകദേശം 9 മീറ്റർ നീളമുള്ള 100 കണക്കിന് സ്റ്റീൽ പൈപ്പുകൾ തമ്മിൽ ബന്ധിപ്പിച്ച് ഒരു വലിയ പൈപ്പ് നെറ്റ്വർക്ക് ഉണ്ടാക്കി പാറകളിലേക്ക് ഇറക്കുന്നു. ഇതിൻ്റെ അറ്റത്തുള്ള കടുപ്പമേറിയ ലോഹങ്ങൾ കൊണ്ടുള്ള ഒരു ബിറ്റ് പാറകളെ തുരന്ന് മുന്നോട്ട് പോകും. അങ്ങനെ ഒരു നിശ്ചിത ഭാഗം തുരന്നു കഴിഞ്ഞാൽ എഞ്ചിനീയർമാർ ഒരു ലോഗിംഗ് ടൂൾ ഇതിനുള്ളിലേക്ക് ഇറക്കുന്നു. ആ ഉപകരണം പാറകൾക്കിടയിലേക്ക് സിഗ്നലുകൾ അയച്ച് അവിടുത്തെ പ്രഷറും പാറയുടെ സ്വഭാവവും മനസ്സിലാക്കി വിവരങ്ങൾ മുകളിലേക്ക് അറിയിക്കുന്നു. കോടിക്കണക്കിന് രൂപ ചിലവാക്കി കുഴിക്കുന്ന ഈ കുഴികൾ ലാഭമുണ്ടാക്കുമോ അതോ വെറുതെയാകുമോ എന്ന് തീരുമാനിക്കുന്നത് ഈ കിട്ടുന്ന ഡാറ്റകളാണ്. എങ്കിലും ഈ പണികൾക്കിടയിലൊക്കെ ഒരു വലിയ അപകട സാധ്യതയുണ്ട്. അതാണ് ബ്ലോ ഔട്ട്. പ്രഷർ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എണ്ണയും വാതകവും നിയന്ത്രണമില്ലാതെ മുകളിലേക്ക് ചീറ്റിത്തെറിക്കും. ഇതിനെയാണ് ബ്ലോ ഔട്ട് എന്ന് വിളിക്കുന്നത്. ഇത് കടലിലെ ജീവജാലങ്ങളെ നശിപ്പിക്കുക മാത്രമല്ല പരിസ്ഥിതിക്ക് വലിയ നാശമുണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഓരോ നീക്കവും വളരെ ശ്രദ്ധയോടെ മാത്രമേ അവർ ചെയ്യും. കാരണം ഒരു ചെറിയ പിഴവ് പോലും വലിയൊരു ദുരന്തത്തിന് കാരണമായേക്കും. അങ്ങനെ ഗ്യാസ് റിസർവോയറിൽ എത്തിക്കഴിഞ്ഞാൽ പൈപ്പ് ഉറപ്പിക്കാനായി സ്റ്റീൽ പാളികളും സിമൻറ്റും ഉപയോഗിച്ച് വശങ്ങൾ ബലപ്പെടുത്തുന്നു. കടലിൻ്റെ അടിത്തട്ടിൽ ടൺ കണക്കിന് ഭാരമുള്ള ബ്ലോ ഔട്ട് പ്രിവെൻറ്റർ എന്ന വലിയൊരു ഉപകരണം സ്ഥാപിക്കും. എന്തെങ്കിലും അപകടം കണ്ടാൽ നിമിഷങ്ങൾക്കുള്ളിൽ വാതകമൊഴുക്ക് പൂർണ്ണമായും തടയാൻ ശേഷിയുള്ള വാൽവുകൾ ഇതിലുണ്ട്. ഹൈ പ്രഷർ അഥവാ 10,000 PSI പ്രഷർ പോലും തടയാൻ ഇതിന് സാധിക്കും. ഇത്രയും സുരക്ഷ ഉറപ്പാക്കി കഴിഞ്ഞാൽ മാത്രമേ ഗ്യാസ് പുറത്തെടുക്കാൻ തുടങ്ങൂ. ആദ്യം ഭൂമിക്കടിയിലെ പ്രഷർ കാരണം ഗ്യാസ് തനിയെ മുകളിലേക്ക് വരും. പ്രഷർ കുറയുമ്പോൾ ഗ്യാസ് തിരിച്ചടിച്ചോ പമ്പുകൾ ഉപയോഗിച്ചോ ഗ്യാസ് മുകളിലേക്ക് എത്തിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ ഗ്യാസിനോടൊപ്പം വെള്ളവും എണ്ണയും മണലുമെല്ലാം കലർന്നിട്ടുണ്ടാകും. ഗ്യാസ് മുകളിലെത്തിയാൽ ആദ്യം ചെയ്യേണ്ടത് ഈ മിശ്രിതത്തെ വേർതിരിക്കുകയാണ്. പൈപ്പിലൂടെ വരുന്നത് വെറും ഗ്യാസ് മാത്രമല്ലല്ലോ, അതിൽ വെള്ളവും എണ്ണയും മണലുമെല്ലാം വീണ്ടും ഉണ്ടാകും. പ്ലാറ്റ്ഫോമിലെ മെഷീനുകൾ ഉപയോഗിച്ച് ഇതിനെ ഗ്യാസ്, ലിക്വിഡ് ഹൈഡ്രോ കാർബൺസ്, വെള്ളം എന്നിങ്ങനെ 3ആയി തരംതിരിക്കും. വെള്ളം വൃത്തിയാക്കി കടലിലേക്ക് തന്നെ വിടും. കൂടെ കിട്ടുന്ന എണ്ണ ശേഖരിച്ചു വെക്കുകയും ബാക്കിയുള്ള ഗ്യാസ് ശുദ്ധീകരണത്തിനായി അയക്കുകയുമാണ് ചെയ്യുന്നത്. ഈ ഘട്ടത്തിലാണ് ഗ്യാസിലെ ഈർപ്പം നീക്കം ചെയ്യുന്നത്. ഇത് പൈപ്പിനുള്ളിൽ തുരുമ്പ് പിടിക്കുന്നതും ഗ്യാസ് തണുത്ത് ഐസാകുന്നതും തടയാൻ സഹായിക്കും. ഈ സമയത്തെല്ലാം ആയിരക്കണക്കിന് സെൻസറുകൾ പ്രഷറും ടെമ്പറേച്ചറും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഈ വിവരങ്ങൾ കരയിലുള്ള എഞ്ചിനീയർമാർക്കും കാണാൻ കഴിയും. എന്തെങ്കിലും വ്യത്യാസം കണ്ടാലുടൻ തന്നെ മെഷീനുകൾ തനിയെ പ്രവർത്തനം അവസാനിപ്പിക്കും. അതുകൊണ്ട് തന്നെ കടലിലെ ഗ്യാസ് ഉൽപ്പാദനം അതീവ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു ജോലിയാണ്. ചെറിയൊരു പിഴവ് വന്നാൽ പോലും കോടികളുടെ നഷ്ടവും കടലിന് ദോഷവും അത് വരുത്തും. ശേഷം ഇതിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ് തുടങ്ങിയ ഹാംഫുള്ളായ ഗ്യാസുകൾ മാറ്റിയെടുക്കും. തുടർന്ന് ഈ ഗ്യാസിനെ നല്ല രീതിയിൽ തണുപ്പിച്ചെടുക്കുന്നു. തുടർന്ന് ഇതിൽ നിന്ന് മീഥേൻ വേർതിരിച്ചെടുത്ത് സാധാരണ പ്രകൃതിവാതകമായി മാറ്റും.
അല്ലെങ്കിൽ അതിനെ -162 തണുപ്പിച്ച് LNG അഥവാ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ആക്കി മാറ്റിയെടുക്കും. ഇതിലുള്ള ഈഥൈൻ എന്ന ഭാഗം പ്ലാസ്റ്റിക് നിർമ്മാണത്തിനായി പെട്രോകെമിക്കൽ വ്യവസായത്തിന് കൈമാറുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന LPG അഥവാ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ഉണ്ടാക്കുന്നത് ഇതിലെ പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ എന്നിവയെ പ്രഷർ നൽകി ലിക്വിഡ് രൂപത്തിലാക്കിയിട്ടാണ്. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവയെ ശേഖരിച്ച് ലൈറ്റ് ക്രൂഡ് ഓയിൽ പോലെ ശുദ്ധീകരിച്ചെടുക്കുകയുമാണ് ചെയ്യുന്നത്. കരയിലുള്ള ഗ്യാസ് എടുക്കൽ സമുദ്രത്തിലെ ഗ്യാസ് എടുക്കുന്നതിനേക്കാൾ ചിലപ്പോൾ ബുദ്ധിമുട്ടേറിയതും ചിലവേറിയതുമാണ്. ഇവിടെയും ആദ്യം പലവിധ ശാസ്ത്രീയ പരിശോധനകൾ നടത്തി ഗ്യാസ് എവിടെയുണ്ടെന്ന് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പാറകളുടെ സ്വഭാവം നോക്കി അനുയോജ്യമായ സ്ഥലം കണ്ടെത്തിയാൽ ഡ്രില്ലിംഗ് തുടങ്ങുന്നു. ആദ്യം കുത്തനെ താഴേക്ക് കുഴിക്കും. പക്ഷേ പാറകൾക്കിടയിൽ ഗ്യാസ് കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ട് പലപ്പോഴും കുത്തനെ കുഴിച്ച ശേഷം വശങ്ങളിലേക്ക് പൈപ്പ് തിരിച്ചുവിടും. മൈലുകളോളം വശങ്ങളിലേക്ക് ഇങ്ങനെ കുഴിക്കാൻ സാധിക്കും. പക്ഷേ വശങ്ങളിലേക്ക് കുഴിച്ചത് കൊണ്ട് മാത്രം ഗ്യാസ് പുറത്തേക്ക് വരില്ല. അവിടെയാണ് ഫ്രാക്കിംഗ് എന്ന രീതി ഉപയോഗിക്കുന്നത്. അതായത് ഇതിനായി വെള്ളവും മണലും മരുന്നുകളും വലിയ മർദ്ദത്തിൽ താഴേക്ക് പമ്പ് ചെയ്യും. ഈ മർദ്ദത്തിൽ പാറകളിൽ വിള്ളലുകൾ ഉണ്ടാകും. മണൽത്തരികൾ ഈ വിള്ളലുകൾ അടയാതെ പിടിച്ചു നിർത്തും. അങ്ങനെ ഗ്യാസ് പുറത്തേക്ക് വരും. ഇതിൽ നിന്നും കിട്ടുന്ന ഗ്യാസിനൊപ്പം വെള്ളവും എണ്ണയും ഉണ്ടാകും. ശേഷം ഉപരിതലത്തിലെത്തുമ്പോൾ ഇവയെ വേർതിരിക്കാനുള്ള ടാങ്കുകളിലേക്ക് അയക്കുന്നു. അങ്ങനെ ഗ്യാസ് മുകളിലേക്ക് വന്ന് പൈപ്പുകളിലേക്ക് പോകും. എണ്ണയും വെള്ളവും താഴെ അടിഞ്ഞ് വേറെ ശേഖരിക്കും. കടലിലായാലും കരയിലായാലും ഗ്യാസ് വേർതിരിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്ലാന്റുകളിലേക്ക് അയക്കണം. ഇതിനായി നൂറുകണക്കിന് മൈൽ നീളമുള്ള പൈപ്പുകൾ ഉപയോഗിക്കുന്നു. ഗ്യാസിൻ്റെ മർദ്ദം നിലനിർത്താൻ ഇടയ്ക്കിടെ കംപ്രസർ സ്റ്റേഷനുകളും ഉണ്ടാകും. ദൂരെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഗ്യാസ് ലിക്വിഡാക്കി മാറ്റിയ ശേഷം കപ്പലുകളിലോ വലിയ ട്രക്കുകളിലോ ആണ് കൊണ്ടുപോകുന്നത്. ഏത് വഴിയിലൂടെ കൊണ്ടുപോയാലും സെൻസറുകൾ ഉപയോഗിച്ച് ഗ്യാസ് ചോരുന്നുണ്ടോ എന്ന് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. ഈ വലിയ നെറ്റ്വർക്കിംഗ് ഉള്ളതുകൊണ്ടാണ് ആഴക്കടലിലെയും പാറകൾക്കിടയിലെയും ഗ്യാസ് നമ്മുടെ പ്ലാന്റുകളിൽ എത്തുന്നതും അവിടെ വെച്ച് LPG ആയി മാറുന്നതും. ഇപ്പോൾ നമ്മുടെ LPG തയ്യാറായി. പക്ഷേ ഇത് സൂക്ഷിക്കാൻ ശക്തമായ ഒരു ആർമർ വേണം. അതാണ് നമ്മുടെ ഗ്യാസ് സിലിണ്ടർ. ഇതിനായി പവർഫുൾ സ്റ്റീൽ ഷീറ്റുകളാണ് ഉപയോഗിക്കുന്നത്. ഇതിനായി മെഷീനുകൾ ഉപയോഗിച്ച് ഇവയെ കൃത്യമായ അളവിൽ മുറിച്ചെടുക്കും. 1 മില്ലിമീറ്റർ വ്യത്യാസം പോലും സുരക്ഷയെ ബാധിക്കുമെന്നതിനാൽ അളവുകൾ അത്രയും കൃത്യമായിരിക്കണം. ഈ സ്റ്റീൽ കഷ്ണങ്ങളെ വലിയ മെഷീനുകൾ ഉപയോഗിച്ച് സിലിണ്ടർ രൂപത്തിലാക്കി മാറ്റുന്നു. പിന്നീട് ഇവയെ വെൽഡ് ചെയ്ത് യോജിപ്പിക്കും. ആയിരക്കണക്കിന് ഡിഗ്രി ചൂടിലാണ് ഇത് ചെയ്യുന്നത്. ഓരോ വെൽഡിങ്ങും കൃത്യമാണോ എന്ന് സെൻസറുകൾ പരിശോധിക്കും. ഇതിനുശേഷം വാൽവ് വെക്കാനുള്ള ഭാഗവും പിടിക്കാനുള്ള ഹാൻഡിലും താഴത്തെ വളയവുമെല്ലാം വെൽഡ് ചെയ്ത് പിടിപ്പിക്കുന്നു. എല്ലാം കഴിഞ്ഞ് എവിടെയെങ്കിലും ചോർച്ചയുണ്ടോ എന്നും പരിശോധിക്കണം. സിലിണ്ടറിൻ്റെ ബോഡി റെഡിയായി കഴിഞ്ഞാൽ അതിലെ തുരുമ്പും അഴുക്കും കളയാൻ വലിയ വേഗതയിൽ മണലടിച്ചു കയറ്റുന്ന സാൻഡ് ബ്ലാസ്റ്റിംഗ് വഴിയോ അല്ലെങ്കിൽ കെമിക്കലുകൾ ഉപയോഗിച്ചോ അതിലെ കറയും തുരുമ്പുമെല്ലാം പൂർണ്ണമായും നീക്കം ചെയ്യും. അതിനുശേഷം തുരുമ്പ് പിടിക്കാതിരിക്കാൻ പെയിൻ്റ് അടിക്കുകയും ചെയ്യും. ഗ്യാസ് ഏത് കമ്പനിയുടേതാണോ ആ നിറം നൽകി ഹീറ്റഡ് ചേമ്പറുകളിൽ വെച്ച് പെയിൻറ് ഉണക്കിയെടുക്കുകയാണ് പിന്നീട് ചെയ്യുന്നത്. ഈ പെയിൻറ് വർഷങ്ങളോളം സിലിണ്ടറിനെ സംരക്ഷിക്കും. ഗ്യാസ് നിറയ്ക്കുന്ന ലൈനിലേക്ക് വിടുന്നതിന് മുൻപ് ഓരോ കാലി സിലിണ്ടറും ഒരു തകരാറുമില്ലെന്ന് ഉറപ്പുവരുത്താൻ ലീക്ക് ടെസ്റ്റും നടത്തേണ്ടതുണ്ട്. ഇതിനായി സിലിണ്ടറിനുള്ളിൽ സാധാരണയേക്കാൾ വളരെ ഉയർന്ന സമ്മർദ്ദത്തിൽ വായു നിറച്ച ശേഷം ഒരു വലിയ വെള്ള ടാങ്കിൽ പൂർണ്ണമായും മുക്കിവെക്കും. ആ സമയത്ത് സിലിണ്ടറിൻ്റെ ബോഡിയോ വെൽഡിംഗ് ചെയ്ത ഭാഗത്തോ എവിടെയെങ്കിലും ഒരു കുഞ്ഞു കുമിളയെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയ ഓട്ടയുണ്ടെന്ന് മനസ്സിലാക്കാം. അത്തരം സിലിണ്ടറുകൾ അപ്പോൾ തന്നെ മാറ്റിവെക്കുന്നു. ഗ്യാസ് നിറയ്ക്കുന്ന സ്റ്റേഷനിൽ വെച്ച് വലിയ സംഭരണ ടാങ്കുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന LPG മിതമായ പ്രഷറിൽ ഫില്ലിംഗ് സിസ്റ്റത്തിലേക്ക് എത്തിക്കും. സിലിണ്ടറിലെ പ്രത്യേക വാൽവുമായി ഈ സിസ്റ്റം ബന്ധിപ്പിച്ചിട്ടുണ്ടാകും. നിശ്ചിത അളവിൽ ഗ്യാസ് നിറഞ്ഞു കഴിഞ്ഞാൽ ഈ വാൽവ് തനിയെ ഓഫാകും. എല്ലാ സുരക്ഷാ പരിശോധനകളും കഴിഞ്ഞ് പാസ്സായ സിലിണ്ടറുകൾ മാത്രം സീൽ വെച്ച് സർട്ടിഫിക്കറ്റ് ലേബലും ഒട്ടിച്ച് വിതരണത്തിനായി പുറത്തേക്ക് വിടും. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന സ്വാഭാവികമായ ചോദ്യമായിരിക്കും, നമ്മുടെ ഇന്ത്യയിൽ നിന്നും LPG ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ലേ എന്നുള്ളത്. സത്യത്തിൽ ഇന്ത്യയിൽ നിന്നും LPG ലഭിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആവശ്യത്തിന് വേണ്ട അത്രയും വലിയ അളവിൽ ഇത് ഇവിടെ ലഭ്യമല്ല എന്നതാണ് പ്രധാന പ്രശ്നം. ബോംബെ ഹൈ, കൃഷ്ണ ഗോദാവരി തടം, ആസാം, രാജസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് പ്രകൃതിവാതകവും ക്രൂഡ് ഓയിലും നമ്മൾ ഖനനം ചെയ്തെടുക്കുന്നുണ്ട്. ഇവ എടുക്കുമ്പോൾ അതിനൊപ്പം LPG ഉണ്ടാക്കാനുള്ള വാതകങ്ങളും ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിലെ കോടിക്കണക്കിന് വീടുകളിലെ അടുക്കളകളിൽ ഇന്ന് LPG വേണം. ഇത്രയും വലിയൊരു ആവശ്യത്തിനുള്ള ഗ്യാസ് നമ്മുടെ മണ്ണിൽ ഇപ്പോഴുള്ള നിക്ഷേപങ്ങളിൽ നിന്നില്ല.
കൂടാതെ നമ്മുടെ ആവശ്യത്തിൻ്റെ 80% ക്രൂഡ് ഓയിലും നമ്മൾ വിദേശത്ത് നിന്നാണ് വാങ്ങുന്നത്. ഇന്ത്യയുടെ മണ്ണിൽ ക്രൂഡ് ഓയിൽ നിക്ഷേപം മറ്റ് ഗൾഫ് രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവുമാണ്. ഇതൊക്കെ കൊണ്ടാണ് ഇന്ത്യയിൽ ഇപ്പോൾ കനത്ത രീതിയിൽ LPG ക്ഷാമം നേരിടുന്നത്. ഏതായാലും ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ലഭിച്ചു കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.